നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ജില്ലയിലെ അസംബ്ലി മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകൾ വിതരണം ചെയ്തു തുടങ്ങി. നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിക്കും. മോൻസ് ജോസഫ് MLAക്ക് തന്നോട് വൈരാഗ്യമെന്ന് സജി മഞ്ഞക്കടമ്പിൽ. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം. പാലായിലെ ജോസഫ് വിഭാഗം പാർട്ടി ഓഫീസിൽ നിന്നും KM മാണിയുടെ ഛായാചിത്രം സജി മഞ്ഞക്കടമ്പിൽ കൊണ്ടുപോയി. സജി മഞ്ഞക്കടമ്പിലിനെ പുകഴ്ത്തി ജോസ് K മാണി. സജി മികച്ച സംഘാടകൻ. ജോസഫ് വിഭാഗം UDFനെ തകർച്ചയിലേക്ക് എത്തിക്കുകയാണെന്നും ജോസ് K മാണി. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിലെ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ V വിഘ്നേശ്വരിയുടെ സാന്നിധ്യത്തിലായിരുന്നു വിതരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടി ആരംഭിച്ചു. തിങ്കളാഴ്ച രാവിലെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ V വിഘ്നേശ്വരിയുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ കോട്ടയം തിരുവാതുക്കലുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വെയർഹൌസിൽ നിന്നും വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണം ചെയ്തു തുടങ്ങി. അതത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ ജീവനക്കാർ വോട്ടിംഗ് യന്ത്രങ്ങൾ ഏറ്റുവാങ്ങി അവർക്കായി നിശ്ചയിച്ചിട്ടുള്ള കവചിത വാഹനത്തിൽ പോലീസ് അകമ്പടിയോടെ വോട്ടിംഗ് യന്ത്രങ്ങൾ നിർദ്ദിഷ്ട സ്ട്രോങ് റൂമുകളിൽ എത്തിച്ചു. ഒന്നാം ഘട്ട റാൻഡമൈസേഷനിലൂടെ ഓരോ നിയോജക മണ്ഡലത്തിലും അനുവദിച്ച വോട്ടിംഗ് യന്ത്രങ്ങളാണ് കൈമാറിയത്. ഓരോ നിയോജക മണ്ഡലത്തിലും ആവശ്യമായ ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് എന്നിവയുടെ 20% അധികവും വിവിപാറ്റ് മെഷീനുകളുടെ 30% അധികവുമാണ് ആദ്യഘട്ട റാൻഡമൈസേഷനിലൂടെ അനുവദിച്ചത്. 9 നിയമസഭാ മണ്ഡലങ്ങളാണ് കോട്ടയം ജില്ലയിലുള്ളത്. പാല, കടുത്തുരുത്തി, വൈക്കം, ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി എന്നീ മണ്ഡലങ്ങൾ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലും, ചങ്ങനാശ്ശേരി മണ്ഡലം മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലും, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ മണ്ഡലങ്ങൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലുമാണ്. പാലാ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീൻ സെന്റ് വിൻസെന്റ് പബ്ലിക് സ്കൂൾ പാലായിലും, കടുത്തുരുത്തി മണ്ഡലത്തിലെ ദേവമാതാ കോളേജ് കുറവിലങ്ങാടും, വൈക്കം മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീൻ സത്യാഗ്രഹ സ്മാരക ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീൻ കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂളിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീൻ സെന്റ് ഡൊമിനിക്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാർ മണ്ഡലത്തിലെ സെന്റ് ഡൊമിനിക്സ് കോളേജിലും സൂക്ഷിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫിന് തന്നോട് വൈരാഗ്യമെന്ന് സജി മഞ്ഞക്കടമ്പിൽ. തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്നും സജി മഞ്ഞക്കടമ്പിൽ കോട്ടയത്ത് പറഞ്ഞു. തനിക്കെതിരെ കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്ന് സജി മഞ്ഞക്കടമ്പിൽ. UDF ജില്ലാ ചെയർമാൻ എന്ന നിലയിൽ സ്വന്തം പോക്കറ്റിലെ പണം ഉപയോഗിച്ചാണ് ഇത്രയും നാൾ പ്രവർത്തിച്ചത്. കേരള കോൺഗ്രസിന് UDFൽ ഒരു നിലയും വിലയും നൽകിയത് തന്റെ പ്രവർത്തനങ്ങളാണെന്നത് മോൻസ് ജോസഫ് മറക്കരുതെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിയിൽ പിളർപ്പുണ്ടായപ്പോൾ ബഹുമാനായ CF തോമസ് സാറിനൊപ്പം യൂത്ത് ഫണ്ട് പ്രസിഡന്റായ ഞാനും കൂടി ഇറങ്ങി PJ ജോസഫ് സാറിനെ നേതാവായി അംഗീകരിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ അന്ന് എന്നോടൊപ്പം പ്രവർത്തിച്ച നിരവധി ചെറുപ്പക്കാരെയും പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് അജിത് മുദ്രവലിയെയും കൂടി കൂട്ടിക്കൊണ്ടുവന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്ത് വിഷയങ്ങൾ നിങ്ങൾക്കറിയാം, അവിടെ പ്രശ്നമുണ്ടായി. അവിടെ അതിന്റെ പശ്ചാത്തലത്തിൽ ജോസ് K മാണി വിഭാഗം ഇടതുപക്ഷത്തേക്ക് പോവുകയും അങ്ങനെ കേരള കോൺഗ്രസിന് സത്യത്തിൽ UDF ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഏറ്റവും മുൻകൈ എടുത്തയാളാണ് ഞാൻ. അതാണ് ഞാൻ വഞ്ചിച്ചത്. മനസ്സ് പറയണം. പിളർപ്പിനെ തുടർന്ന് പാർട്ടിയുടെ മുഖം ജനകീയമാക്കുന്നതിന് ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചു. പാർട്ടിയിൽ പലപ്പോഴും തന്നെ ഇകഴ്ത്താനും പരിഹസിക്കാനും മോൻസ് ജോസഫ് ശ്രമിച്ചിട്ടുണ്ടെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. കടുത്തുരുത്തിയിൽ നിന്ന് നടത്തിയ റബ്ബർ മാർച്ച് മണ്ടത്തരമായിരുന്നു. 30 കിലോമീറ്റർ ഒരു ദിവസം പൊരിവെയിലത്ത് നടക്കുക എന്നത് സാധ്യമല്ല. അപ്രായോഗികത കൊണ്ട് മാർച്ച് പൊളിഞ്ഞപ്പോൾ അതിന്റെ കുറ്റവും തന്റെ മേൽ കെട്ടിവെച്ചെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. KM മാണിയുടെ ഛായാചിത്രം പാലായിലെ കേരള കോൺഗ്രസ് ജോസഫിന്റെ പാർട്ടി ഓഫീസിൽ നിന്നും സജി മഞ്ഞക്കടമ്പിൽ എടുത്തുകൊണ്ടുപോയി. മോൻസ് ജോസഫിന്റെ വ്യക്തി താൽപര്യത്തിനാണ് പാർട്ടി നേതൃത്വം പ്രാധാന്യം നൽകിയതെന്നും പാർട്ടിയിൽ നിന്നുള്ള അവഗണനയാണ് രാജിവെക്കാൻ കാരണമായതെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. UDF കോട്ടയം ജില്ലാ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞ സജി മഞ്ഞക്കടമ്പിൽ KM മാണിയുടെ ഛായാചിത്രം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പാർട്ടി ഓഫീസിൽ നിന്നും എടുത്തുകൊണ്ടുപോയി. തുടർന്ന് അമലോദ്ഭവ മാതാവിന്റെ കുരിശുപള്ളിയിലെത്തി പ്രാർത്ഥിച്ചു.
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചങ്ങനാശ്ശേരി സീറ്റോ പൂഞ്ഞാർ സീറ്റോ നൽകാമെന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞിരുന്നുവെങ്കിലും അവസാന നിമിഷം മോൻസ് ജോസഫ് MLAയുടെ ഇടപെടൽ മൂലം 2 സീറ്റും നൽകിയില്ലെന്ന് സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു. എന്നിട്ടും പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും സജീവമായി തന്നെ പ്രവർത്തിച്ചു. വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴും UDF കോട്ടയം ജില്ലാ ചെയർമാൻ എന്ന നിലയിൽ വേണ്ടത്ര പരിഗണന നൽകിയില്ലെന്നും സജി മഞ്ഞക്കടമ്പിൽ പറയുന്നു. മാണിസാറിൻ്റെ ബന്ധം വൈകാരികമാണ്. മാണിസാറിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എടുക്കണം എന്ന് ആവശ്യപ്പെടും. അദ്ദേഹം നിയോളം പ്രസിഡന്റ് തുറന്നു ഞാനത് എടുത്തു. നാളെ മാണിസാറിൻ്റെ ചരമദിനമാണല്ലോ. അപ്പം തീർച്ചയായിട്ടും മാണിസാറിൻ്റെ ഒരു പടം അല്ലെങ്കിൽ പുഷ്പാർച്ചന നടത്തുന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് അത് എടുക്കാൻ വേണ്ടി വന്നത്. ഏതായാലും നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ശക്തമായി പോരാടി നിലകൊണ്ട എന്നെ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലോ അല്ലെങ്കിൽ UDF ജില്ലാ ചെയർമാൻ എന്ന നിലയിലോ എനിക്ക് പ്രവർത്തിക്കാനുള്ള എൻ്റെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് മോൻസ് ജോസഫ് MLA എക്സിക്യൂട്ടീവ് ചെയർമാൻ അദ്ദേഹത്തിൻ്റെ ധിക്കാരപരമായ ധാർഷ്ട്യപരമായ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഞാൻ രാജിവെക്കേണ്ടി വന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ദുഃഖത്തോടുകൂടിയാണ് കേരള കോൺഗ്രസ് പാർട്ടി UDFുമായിട്ടുള്ള ബന്ധം ഞാൻ ഉപേക്ഷിക്കുന്നത്. ഇത്തരൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാൻ പാർട്ടി ജില്ലാ പ്രസിഡന്റായ കാലം മുതൽ മോൻസ് ജോസഫിൻ്റെ കയ്യിൽ നിന്ന് പലതരത്തിലുള്ള പീഡനങ്ങളും തിക്താനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ പാർട്ടി നേതൃത്വത്തെ സമയാസമയങ്ങളിൽ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പാർട്ടി നേതൃത്വത്തിൽ ഇടപെടലുണ്ടായില്ല. കോൺസിൽ എന്നെയും നിർത്തി സംസാരിക്കുവാൻ പോലുമുള്ള നീക്കം ഉണ്ടായില്ല. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി സീറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു. മോൻസ് ജോസഫ് കരുതുന്നതനുസരിച്ച് മോൻസ് ജോസഫിന്റെ വ്യക്തിതാൽപര്യത്തിനാണ് പാർട്ടി നേതൃത്വം പ്രാധാന്യം നൽകിയതെന്നും പാർട്ടിയിൽ നിന്നുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജിവെച്ചതെന്നും സജി മഞ്ഞക്കടമ്പിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പാലാ. കേരള കോൺഗ്രസ് എമ്മിലേക്കുള്ള സജി മഞ്ഞക്കടമ്പിലിന്റെ വരവ് നിഷേധിക്കാതെ ജോസ് കെ മാണി. തുടർ തീരുമാനം എടുക്കേണ്ടത് സജിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജോസഫ് വിഭാഗം UDFനെ തകർച്ചയിലേക്കാണ് എത്തിക്കുകയെന്നതും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു. ഈ ജില്ലയുടെ UDFന്റെ ചെയർമാനും അതോടൊപ്പം തന്നെ ജോസഫ് വിഭാഗത്തിന്റെ ജില്ലാ പ്രസിഡന്റും രാജിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജിലേക്കാണ്. അപ്പോൾ അത് UDFന്റെ പതനമാണ് അത് സൂചിപ്പിക്കുന്നത്. ഇവിടെ UDFന്റെ ചെയർമാൻ എന്ന് പറയുമ്പോൾ മുന്നണിയിലെ ഈ ജില്ലയുടെ ഒന്നാമനാണ്. ജോസഫ് വിഭാഗത്തിന്റെ പാർട്ടിയുടെ ഒന്നാമനാണ്. അത് നിസ്സാരമായിട്ട് കാണേണ്ട ആവശ്യമുണ്ടല്ലോ. അദ്ദേഹമാണ് രാജിവെച്ചിരിക്കുന്നത്. അതൊരു വലിയൊരു പ്രതിസന്ധിയിലേക്ക്, കാരണം ആ സംവിധാനത്തിൽ ആ പാർട്ടിയിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോട്ടയം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജിന്റെ പ്രചരണാർത്ഥം റോഡ് ഷോ നടന്നു. കൂരാലിയിൽ നിന്നും ബൈക്കുകളുടെ അകമ്പടിയോടെ ആരംഭിച്ച റോഡ് ഷോ രാമപുരത്ത് സമാപിച്ചു. കോട്ടയം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജിന്റെ പ്രചരണാർത്ഥം റാലി നടത്തി. യുവജന സംഘടനാ നേതാക്കളുടെ നേതൃത്വത്തിലുള്ള ബൈക്ക് റാലിയും വിവിധ വാദ്യമേളങ്ങളും റാലിക്ക് ആവേശകരമായ സ്വീകരണമാണ് വിവിധ കേന്ദ്രങ്ങളിൽ ലഭിച്ചത്. രാജ്യമൊട്ടാകെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിർണായകമാണ് എന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ രാജ്യത്തൊരു ഗവൺമെന്റ് ഉണ്ടാകുന്നു. ആ ഗവൺമെന്റ് ഈ രാജ്യത്തിന്റെ ഏറ്റവും മഹത്തായ ജനാധിപത്യ മതേതര പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഗവൺമെന്റായി, ജനാധിപത്യ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരായിരിക്കും, ന്യൂനപക്ഷങ്ങൾക്ക് പരിപൂർണമായി സംരക്ഷണം കൊടുക്കുന്ന ഒരു സർക്കാരായി, മാധ്യമങ്ങളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന ഒരു സർക്കാരായി. ഈ മാനദണ്ഡം വെച്ച് നമ്മൾ വിലയിരുത്തിയാൽ കഴിഞ്ഞ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണം ഈ ആവശ്യങ്ങൾ നിറവേറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മറിച്ചിവിടെ ഇന്ത്യ മുന്നണി 28 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചേർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണി ഈ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും ഞാൻ സൂചിപ്പിച്ച ഈ ജനാധിപത്യ മൂല്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
വൻ ജനപങ്കാളിത്തം UDF സ്ഥാനാർത്ഥിയുടെ വൻ ഭൂരിപക്ഷത്തോടെയുള്ള സമ്പൂർണ്ണ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് കൂരാലി റാലി ഉദ്ഘാടനം ചെയ്ത മാണി സി കാപ്പൻ MLA പറഞ്ഞു. സ്ഥാനാർത്ഥിയോടൊപ്പം മാണി സി കാപ്പൻ MLA, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകിയ റോഡ് ഷോ പൈക, കൊഴുവനാൽ, മുത്തോലി, പാലാ, ഭരണങ്ങാനം, മൂന്നിലാവ്, തലനാട്, മേലുകാവ്, കടനാട് എന്നീ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് രാമപുരത്ത് സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ തോമസ് കല്ലാടൻ, AK ചന്ദ്രമോഹൻ, ബിജു പുന്നത്താനം, അനസ് കണ്ടത്തിൽ, തങ്കച്ചം മുളങ്കുന്നം, MP കൃഷ്ണൻ നായർ, ചൈത്രം ശ്രീകുമാർ, CG വിജയകുമാർ, R സജീവ്, പ്രസാദ് ഉരുളികുന്നം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പ്രിയപ്പെട്ടവർക്ക് വിഷുക്കൈനീട്ടം എത്തിക്കാൻ പോസ്റ്റൽ സർവീസ്. 101 രൂപ മുതൽ 1001 രൂപ വരെ കൈനീട്ടമായി അയക്കാം. എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ഇതിനായുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അകലെയുള്ള പ്രിയപ്പെട്ടവർക്കും ഇനി വിഷു കൈനീട്ടം അവരുടെ കയ്യിലെത്തും. ഇതിനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യൻ പോസ്റ്റൽ സർവീസാണ്. 101 രൂപ മുതൽ 1001 രൂപ വരെയാണ് കൈനീട്ടമായി അയക്കാവുന്നത്. സുന്ദരമായ വിഷു കൈനീട്ട കവറിലിട്ടാണ് ഇവ അയക്കുന്നത്. 101 രൂപ കൈനീട്ടമായി അയക്കുന്നതിന് 19 രൂപയും 1001 രൂപ കൈനീട്ടമായി അയക്കുന്നതിന് 49 രൂപയുമാണ് ഈടാക്കുന്നത്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെയും പോസ്റ്റ് ഓഫീസുകളിൽ നിന്നും വിഷു കൈനീട്ടം അയക്കാവുന്നതാണ്. ഇതിനായി പ്രത്യേക അപേക്ഷാ ഫോം ലഭിക്കും. കേരളത്തിൽ അതാത് ജില്ലകളിൽ ഇത് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ എത്തുകയും പോസ്റ്റ്മാൻ മുഖേന അതാത് മേൽവിലാസത്തിൽ വിഷുവിന് മുമ്പ് തന്നെ എത്തിക്കുകയും ചെയ്യുന്നു. ഏപ്രിൽ 9 വരെയാണ് വിഷു കൈനീട്ട ബുക്കിംഗ് നടത്താവുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഇളംകുളം ശ്രീ മുത്താരമ്മൻ കോവിലിൽ ഗരുഡ പുരാണ മഹായജ്ഞത്തിന് ഒരുങ്ങുന്നു. ഈ മാസം 14-ന് വൈകുന്നേരം 5 മണിക്ക് മാണി സി കാപ്പൻ MLA യജ്ഞം ഉദ്ഘാടനം ചെയ്യും. ഗരുഡ പുരാണ മഹായജ്ഞത്തിനൊരുങ്ങി ഇളംകുളം ശ്രീ മുത്താരമ്മൻ കോവിൽ. മഹാവിഷ്ണു ഗരുഡന് ഉപദേശിച്ചു കൊടുത്ത രൂപത്തിൽ രചിക്കപ്പെട്ട 8000-ഓളം ലഘുഗ്രന്ഥങ്ങൾ ഉൾപ്പെട്ട പുരാണമാണ് ഗരുഡ പുരാണം. ഭൂമിയിലെ ജീവിതത്തിൽ ചെയ്യുന്ന പാപങ്ങൾക്ക് ശിക്ഷ മറ്റൊരു ലോകത്തുണ്ടെന്ന് വ്യക്തമായി പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഗരുഡ പുരാണം. ഈ മാസം 14 മുതൽ 21 വരെയാണ് ഗരുഡ പുരാണ മഹായജ്ഞം ഇളംകുളം ശ്രീ മുത്താരമ്മൻ കോവിലിൽ നടക്കുന്നത്. 14-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മാണി സി കാപ്പൻ MLA യജ്ഞം ഉദ്ഘാടനം ചെയ്യും. തന്ത്രി കല്ലമ്പള്ളിയിലും ദാമോദരൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കും. 15-ാം തീയതി മുതൽ ദിവസവും രാവിലെ 7-ന് സമൂഹ പ്രാർത്ഥനയ്ക്ക് ശേഷം 8 മണിക്ക് പാരായണം ആരംഭിക്കും. 15-ന് വൈകുന്നേരം 7 മണിക്ക് വിദ്യാഗോപാല മന്ത്ര ജപയജ്ഞം. 16-ന് വൈകിട്ട് 7-ന് സർവൈശ്വര്യ പൂജയും 17-ന് വൈകിട്ട് 7 മണിക്ക് ശനിദോഷ പരിഹാര പൂജയും നടക്കും. 18-ാം തീയതി വൈകിട്ട് 7-ന് വാസ്തുദോഷ നിവാരണ പൂജ ഉണ്ടായിരിക്കും. 19-ന് വൈകിട്ട് 7 മണിക്കാണ് അഭീഷ്ട ഫലസിദ്ധി യജ്ഞം. 21-ാം തീയതി രാവിലെ 11 മണിക്കാണ് അവഭൃത സ്നാന ഘോഷയാത്ര. തുടർന്ന് അവഭൃത സ്നാനത്തിനും മഹാപ്രസാദമൂട്ടിനും ശേഷം യജ്ഞം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വന്യജീവി ആക്രമണങ്ങളിലെ സർക്കാർ നിസ്സംഗത അവസാനിപ്പിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ESA പരിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നും ജസ്റ്റിസ് JC കോശി കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വന്യജീവി ആക്രമണങ്ങളിൽ നിരവധി ആളുകൾ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും തുടരുന്ന നിസ്സംഗതയും പരസ്പരം തുടരുന്ന പഴിചാരലും അവസാനിപ്പിച്ച് ശക്തമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന വന്യജീവികളെ വെടിവെച്ചു കൊല്ലണമെന്നിരിക്കെ ഇത് തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് വനംവകുപ്പ് നടത്തുന്നത്. നിലവിൽ ESA പരിധിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന 92 വില്ലേജുകളുടെയും സ്ഥലവിവരങ്ങൾ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ജനങ്ങളെ നാളിതുവരെ സർക്കാർ ബോധ്യപ്പെടുത്തുകയോ അവരുടെ ആശങ്കകൾ പരിഹരിക്കുകയോ ചെയ്തിട്ടില്ല. കൂടാതെ നഷ്ടപരിഹാരത്തിലെ അപര്യാപ്തം മൂലം വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന കുടുംബങ്ങൾ അനാഥമാകും. ഈ പ്രശ്നത്തിലും സർക്കാർ അടിയന്തരമായി ഇടപെടണം. നിലവിൽ ESA നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ESA കണ്ടെത്തിയിരിക്കുന്ന 92 വില്ലേജുകളുടെയും ഷേപ്പ് പോലെയാണ്, അതായത് സ്ഥലവിവരങ്ങൾ പ്രശ്നബാധിത പ്രദേശങ്ങൾ അധിവസിക്കുന്ന ജനങ്ങളെ നാളിതുവരെ സർക്കാർ ബോധ്യപ്പെടുത്തുകയോ അവരുടെ ആശങ്കകൾ പരിഹരിക്കുകയോ ചെയ്തിട്ടില്ല. നിലവിലെ ESA ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ അനുവദിച്ച് ESA പരിധിയിൽപ്പെട്ടുപോയ 92 വില്ലേജുകളിലെ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കാതെയും വിസ്തൃതിയിൽ വന്ന മാറ്റം പരിഗണിക്കാതെ വന്ന റിപ്പോർട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുമെന്നും കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. MP ഫണ്ട് വിനിയോഗത്തിൽ പട്ടിക വിഭാഗങ്ങളോട് അവഗണനയെന്ന് ഭീം മിഷൻ ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോട്ടയത്തിന്റെ MP തോമസ് ചാഴികാടൻ പട്ടിക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി തുക ചെലവഴിച്ചിട്ടില്ലെന്നും ഇവർ കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാർ ഇത് സംബന്ധമായി പുറപ്പെടുവിച്ചിരിക്കുന്ന മാനദണ്ഡത്തിൽ വളരെ വ്യക്തമായി പറയുന്നത്
പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി MP ഫണ്ടിലെ 22.5% തുക ചെലവഴിക്കണമെന്നാണ്. 15% തുക പട്ടികജാതിക്കാർക്കും 7% തുക പട്ടികവർഗക്കാർക്കും. കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശം പറയുന്നത് ഏതെങ്കിലും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ പട്ടികജാതിക്കാരില്ലെങ്കിൽ ആ ഫണ്ട് നിങ്ങൾ പട്ടികവർഗക്കാർക്ക് വേണ്ടി ചെലവഴിക്കണം. പട്ടികവർഗക്കാരില്ലെങ്കിൽ നിങ്ങൾ ആ ഫണ്ട് പട്ടികജാതിക്കാർക്ക് വേണ്ടി ചെലവഴിക്കണം എന്ന് കൂടി വ്യക്തമായ മാർഗനിർദ്ദേശം ഉള്ളപ്പോഴാണ് കേരളത്തിലെ ഈ കാലയളവിലെ 36 MP-മാരുടെ കണക്കുകൾ നിങ്ങൾ പരിശോധിച്ചപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അവകാശപ്പെട്ട തുകയിൽ വെറും 17.49% തുക മാത്രമാണ് ചെലവഴിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. പാലാ കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ചൊവ്വാഴ്ച കൊടിയേറും. രാവിലെ 7:45-നും 8:15-നും മധ്യ ക്ഷേത്രം തന്ത്രി പറമ്പൂരില്ലത്ത് നീലകണ്ഠൻ നാരായണൻ ഭട്ടതിരിപ്പാട് കൊടിയേറ്റും. 2ാം ഉത്സവ ദിനം മുതൽ 5ാം ദിവസം വരെ എല്ലാ ദിവസവും ഉത്സവബലി ഉണ്ടായിരിക്കും. 16-ാം തീയതി രാത്രി 9 മണിക്ക് പള്ളി നായാട്ടും പുറപ്പാടും നടക്കും. പിറ്റേ ദിനം ഉച്ചയ്ക്ക് 12-ന് ആറാട്ട് സദ്യയും വൈകിട്ട് 6 മണിക്ക് ആറാട്ട് ബലിയും തുടർന്ന് തിരുവാറാട്ടും നടക്കും. അറിയിപ്പ്: കോട്ടയം ജില്ലാ ഭരണകൂടം പോസ്റ്റർ രചനാ മത്സരം നടത്തുന്നു. വിഷയം: ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രാധാന്യം, ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളുടെ രസകരമായ വസ്തുതകൾ എന്നിവയാണ്. മത്സര നിയമങ്ങൾ: പോസ്റ്ററുകൾ കൈകൊണ്ട് വരച്ചതായിരിക്കണം. പോസ്റ്ററുകൾ നിർമ്മിക്കുന്നതിനായി വെള്ള നിറമുള്ള ചാർട്ടുകളാണ് ഉപയോഗിക്കേണ്ടത്. മത്സരം നിയമസഭാ മണ്ഡലതലത്തിലായിരിക്കും നടത്തപ്പെടുക. അവസാന തീയതി ഏപ്രിൽ 20. കക്ഷി രാഷ്ട്രീയമോ സാമുദായികമോ ആയ കാഴ്ചപ്പാടുകൾ ഉൾപ്പെടുത്തരുത്. പങ്കെടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 048125600122. കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 2023 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ 2024 ഏപ്രിൽ 30-ന് മുമ്പായി ബയോമെട്രിക് മാസ്റ്ററിംഗ് നടത്തുകയോ ലൈഫ് സർട്ടിഫിക്കറ്റ് ക്ഷേമനിധി ജില്ലാ ഓഫീസിൽ ഹാജരാക്കുകയോ ചെയ്യേണ്ടതാണ്. ലൈഫ് സർട്ടിഫിക്കറ്റ് മാസ്റ്ററിംഗ് നടത്തിയവർക്ക് മാത്രമേ നിശ്ചിത കാലാവധിക്ക് ശേഷം പെൻഷൻ ലഭിക്കുകയുള്ളൂ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിലെ അസംബ്ലി മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകൾ വിതരണം ചെയ്തു തുടങ്ങി. നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിക്കും. മോൻസ് ജോസഫ് MLA-ക്ക് തന്നോട് വൈരാഗ്യമെന്ന് സജി മഞ്ഞക്കടമ്പിൽ. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം. പാലായിലെ ജോസഫ് വിഭാഗം പാർട്ടി ഓഫീസിൽ നിന്നും KM മാണിയുടെ ഛായാചിത്രം സജി മഞ്ഞക്കടമ്പിൽ കൊണ്ടുപോയി. സജി മഞ്ഞക്കടമ്പിലിനെ പുകഴ്ത്തി ജോസ് K മാണി. സജി മികച്ച സംഘാടകൻ. ജോസഫ് വിഭാഗം UDF-നെ തകർച്ചയിലേക്ക് എത്തിക്കുകയാണെന്നും ജോസ് K മാണി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.